അപ്പൊ മക്കളെ, എസെൻഷ്യൽ അമിനോ ആസിഡ്സ് വെറും 10 മിനിറ്റ് കൊണ്ട് എങ്ങനെ പഠിച്ചെടുക്കാം? ഓക്കെ, വായോ നമുക്ക് നോക്കാം. അപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂട്രീഷൻ എന്ന് പറയുന്ന പോർഷനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് പ്രോട്ടീൻ എന്ന് പറയുന്ന സെക്ഷൻ. ആ പ്രോട്ടീൻ എന്ന് പറയുന്ന സെക്ഷനിൽ ഈ 9 അമിനോ ആസിഡുകളും നമുക്ക് ചലഞ്ചിങ് ആയിട്ട് കാണാതെ പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ 9 അമിനോ ആസിഡുകളും എങ്ങനെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് കോഡിലൂടെ പഠിച്ചെടുക്കാമെന്ന് നോക്കാം. അപ്പൊ അതിനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഈ 9 അമിനോ ആസിഡുകളെയും ജസ്റ്റ് പേരുകൾ കാണാതെ പഠിക്കേണ്ട, ജസ്റ്റ് പേരുകൾ മാത്രം ഒന്ന് ഫെമിലറൈസ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. അപ്പം ആ അമിനോ ആസിഡുകൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഈ പ്രധാനപ്പെട്ട 9 അമിനോ ആസിഡുകൾ ഈ ഓർഡറിൽ നിന്ന് നിങ്ങളൊന്ന് ഫെമിലറൈസ് ചെയ്ത് വെക്കുക. ഒന്നാമത്തെ എന്ന് പറയുന്നത് ലൂസിൻ, രണ്ടാമത്തത് ഐസോലൂസിൻ, തേർഡ് വൺ ലൈസിൻ. അപ്പൊ മക്കളെ 1, 2, 3 ഏതൊക്കെയാണെന്ന് നോക്കിയേ. ലൂസിൻ, ഐസോലൂസിൻ, ലൈസിൻ. ഓക്കെ, നാലാമത്തെ ഫോർത്ത് വൺ എന്ന് പറയുന്നത് മെത്തിയോണിൻ. ഓക്കെ, 5 ത്രിയോണിൻ, 6 ഫിനൈൽ അലാനിൻ. ഓക്കെ, അപ്പം ഈ പറയുന്ന 6 നിങ്ങൾ ജസ്റ്റ് പേരുകൾ മാത്രം ഫെമിലറൈസ് ചെയ്യുക. ഓക്കെ, 7 ട്രിപ്റ്റോഫാൻ, 8 വലൈൻ, 9 ഹിസ്റ്റഡിൻ. ഈ 9 അമിനോ ആസിഡുകളെയും പേരുകൾ മാത്രം ഒന്ന് ഫെമിലറൈസ് ചെയ്ത് വെച്ചേ. ഓക്കെ, ഒന്നുകൂടെ ഞാനൊന്ന് പറഞ്ഞേക്കാം. ലൂസിൻ, ഐസോലൂസിൻ, ലൈസിൻ, മെത്തിയോണിൻ, ത്രിയോണിൻ, ഫിനൈൽ അലാനിൻ, ട്രിപ്റ്റോഫാൻ, വലൈൻ ആൻഡ് ലാസ്റ്റ് വൺ ഫൈനൽ വൺ ഹിസ്റ്റഡിൻ. അപ്പൊ മക്കളെ, പേരുകൾ ജസ്റ്റ് ഫെമിലറൈസ് ചെയ്ത് വെച്ചു. ഇനിയാണ് നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ കോഡ് ഇതാണ്. ഈ ഒരു ജസ്റ്റ് കോഡ് ഉപയോഗിച്ചുകൊണ്ട് മാത്രം നമുക്ക് ഇത് 9 നമുക്ക് ഓർത്ത് വെക്കാം. അപ്പൊ നമുക്ക് മക്കളെ, നമ്മുടെ കോഡ് ഇതാണ്. ഈ ഒരു കോഡ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇതാണ് ലില്ലിക്ക് MDP ട്രിവാൻഡ്രം ഹോസ്പിറ്റലിൽ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ ഒരു കഥയാണ്. ജസ്റ്റ് ആ കഥ മാത്രം ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 9 അമിനോ ആസിഡുകൾ ഓർഡർ ചെയ്ത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇതാണ് സംഭവം. നമ്മുടെ ലില്ലി എന്ന് പറയുന്നത് ഒരു 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 ലേഡിയെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ആ ലില്ലി എന്ന് പറയുന്നത് ഓക്കെ ജസ്റ്റ് ആക്സിഡന്റൽ ആയിട്ടൊരു പ്രഗ്നൻസി സംഭവിച്ചു എന്ന് വിചാരിക്കുക. അപ്പോ അങ്ങനെ ഒരു അൺവാണ്ടഡ് പ്രഗ്നൻസി സംഭവിക്കുമ്പോൾ DHSC സ്റ്റുഡന്റ് ആയിട്ടുള്ള നിങ്ങൾക്കറിയാം, നമുക്കത് MTP ചെയ്യാൻ പറ്റും അല്ലേ? വാട്ട് ഈസ് MTP? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. അപ്പം അങ്ങനെ അൺവാണ്ടഡ് പ്രഗ്നൻസി സംഭവിച്ചാൽ ലില്ലി എന്ത് ചെയ്യാൻ പോകുന്നു? MTP ചെയ്യാൻ പോകുന്നു, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. എവിടെ വെച്ചാ ഇത് ചെയ്യുന്നത്? ട്രിവാൻഡ്രം ഹോസ്പിറ്റലിൽ വെച്ച്. ഈ ഒരു കോഡ് മാത്രം ഓർത്തിരുന്നു കഴിഞ്ഞാൽ ആ 9 അമിനോ ആസിഡുകളെയും നമുക്ക് ഓർത്തു വെച്ചിരിക്കാം. എങ്ങനെയെന്നല്ലേ? ഇതാ നോക്കിയേ. ലില്ലിയുടെ എൽ എന്താ? എൽ എന്തിനാ ഉദ്ദേശിക്കുന്നത്? ലൂസിൻ, L4 ലൂസിൻ. എന്തിനാ ഉദ്ദേശിക്കുന്നത്? ഐസോലൂസിൻ. LY ചേർത്തൊന്ന് വായിച്ചേക്കുക. LY മീൻസ് ലൈസീൻ. അപ്പൊ ലില്ലി എന്ന് പറയുന്ന വാക്കിനകത്ത് നിന്ന് 3 അമിനോ ആസിഡുകൾ നമുക്ക് കിട്ടും. ലൂസിൻ, ഐസോലൂസിൻ, ലൈസീൻ. ഇനി MTP എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് മക്കളെ? MTP മെത്തിയോണിൻ, ത്രിയോണിൻ, ഫിനൈലലാനിൻ. അപ്പൊ ആ MTP എന്ന് പറയുന്നത് വരുമ്പോഴത്തേന് 3 നമുക്ക് കിട്ടും. MTP എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് പറഞ്ഞ്? മെത്തിയോണിൻ, ത്രിയോണിൻ, ഫിനൈലലാനിൻ. ഇനി ട്രിവാൻഡ്രം ഹോസ്പിറ്റലിൽ വെച്ച് അല്ലെ? TVH എന്ന് പറഞ്ഞാൽ എന്താ? ട്രിവാൻഡ്രം ഹോസ്പിറ്റലിൽ വെച്ച്. എന്താ ട്രിവാൻഡ്രം? ട്രിവാൻഡ്രം ഫോർ ട്രിപ്റ്റോഫാൻ, വലൈൻ ആൻഡ് ലാസ്റ്റ് വൺ ഹിസ്റ്റഡീൻ. ഓക്കെ, അപ്പം ഈ ഒരു കോഡ് മാത്രം ഓർത്ത് ആ ഫെമിലറൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന നമുക്ക് ഈ 9 അമിനോ ആസിഡുകളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോഡിലൂടെ ഇതിനൊക്കെ പഠിച്ചു വെക്കാൻ പറ്റും. അപ്പൊ ആ കറക്റ്റ് ഓർഡറിൽ പഠിക്കാൻ ഈ ഒരു കോഡ് മാത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാവുന്നതാണ്. ഓക്കെ മക്കളെ, അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ ഇതേപോലുള്ള രസകരമായിട്ടുള്ള കോഡുകൾ നമുക്ക് വെച്ച് പഠിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നിങ്ങൾ കമന്റ് ചെയ്യുമല്ലോ. ഓക്കെ, എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് അമിനോ ആസിഡ് ഈസ് നോട്ട് ആൻ എസെൻഷ്യൽ അമിനോ ആസിഡ്? ഇതിന്റെ ആൻസർ നിങ്ങൾ ഇത് പഠിച്ചതിന് ശേഷം, ഈ കോഡ് പഠിച്ചതിന് ശേഷം കമന്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ.